കഴിഞ്ഞ കുറേ നാളുകളായി കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. പക്ഷെ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം പറവൂരിൽ വി.ഡി. സതീശന് സ്വീകരണം നൽകിയപ്പോൾ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ വേദിയിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വളരെ സജീവമായി തന്നെ എല്ലാ പൊതുവേദികളിലും അദ്ദേഹം എത്തിപ്പെടുന്ന കാഴ്ചകളും ഒക്കെ തന്നെ ഈ അസുഖത്തിനിടയിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10:43 കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ആശുപത്രിയിലും അതുപോലെ തന്നെ ഇന്ന് രാവിലെ പറവൂരിലും ഒരുപാട് ആളുകൾ, നിരവധി ആളുകൾ സലിംകുമാറിനെ സ്നേഹിക്കുന്ന, സലിംകുമാർ എന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന, സലിംകുമാർ എന്ന നടനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ആശുപത്രിയിലേക്കായാലും അദ്ദേഹത്തിന്റെ ചിറ്റാറ്റുകരയിലെ വീട്ടിലേക്കായാലും ഒഴുകിയെത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. സഹപ്രവർത്തകർക്കും അദ്ദേഹത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട്, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. എല്ലാ വേർപാടുകളും ദുഃഖം മാത്രം പകർന്നു നൽകിക്കൊണ്ടാണ് വേർപാടുകൾ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ വേർപെട്ടു പോകുന്നവർ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതമെന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ മികച്ച വേഷങ്ങൾ അഭിനയിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാ രംഗത്തും സംവിധാനം ചെയ്തു. 3 സിനിമ സംവിധാനം ചെയ്തു. അതുപോലെ തന്നെ എഴുത്തായാലും ശരിയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളൊക്കെ നമുക്കറിയാലോ. ട്രോളുകളൊക്കെ ആയിട്ട് ഇനിയും ഒരുപാട് കാലം നമ്മളുടെ ഇടയിൽ സലിംകുമാർ ജീവിക്കുക തന്നെ ചെയ്യും. ഇതുപോലുള്ള കലാകാരന്മാർ നമ്മൾ വിട്ടുപോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പകരം വെക്കാൻ ഇനി അതുപോലെ ഒരാളുണ്ടാകില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു. സലിംകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു നിലപാടുള്ള വ്യക്തിയാണ്. ഏതൊരവസരത്തിലും ഏതൊരു വേദിയിലും അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും നോക്കാതെ ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു. നമ്മളെല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കായ ഒരു സ്ഥിതിയാണ്. ബിക്കോസ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു, ഇന്നലെ വരെ എല്ലാവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും. അപ്പോൾ ഹാസ്യ നടനിൽ നിന്നും സ്വഭാവ നടനിലേക്ക് മാറുകയും നാഷണൽ അവാർഡ് നേടിക്കൊണ്ട് മലയാളികൾക്ക് മുഴുവൻ അഭിമാനമാകുകയും ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സലീമേട്ടൻ നമ്മളെ വിട്ടുപോയിരുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. എന്നെയും സലീംകുമാർ എന്നെയും തമ്മിൽ ബന്ധിപ്പിച്ചതും നാടകമാണ്, സിനിമയല്ല, നാടകമാണ്. അദ്ദേഹത്തിന് സ്വന്തമായ നാടകസമിതി ഉള്ള ആളായിരുന്നു ശ്രീ സലീംകുമാർ. അത് അങ്ങനെ പലർക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ പോലുമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കലാകാരന്മാർ, ഇപ്പോൾ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ സജീവമായ മാനസികാവസ്ഥയുള്ള ആളുകൾ പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പോലെയല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ മടിക്കുമായിരുന്നു. തനിക്ക് ഒന്നും വേണ്ട, പക്ഷേ തൻ്റെ പാർട്ടി കോൺഗ്രസ് ആണെന്ന് ധൈര്യത്തോടുകൂടി പറയാൻ മടിയില്ലാത്ത ഒരു കലാകാരനാണ്. വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും അതിനോടുള്ള ആത്മാർത്ഥതയാണ് അതുകൊണ്ട് വെളിവാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.